ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, ഗൈഡൻസ് മെസ്സേജ് പോലെയല്ല ഇന്ന് എടുക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് എന്ത് ഗിഫ്റ്റാണ് വരാൻ പോകുന്നത് നോക്കാം. യൂണിവേഴ്സിൻ്റെ അടുത്തുനിന്ന് നിങ്ങൾക്ക് എന്ത് ഗിഫ്റ്റാണ് കിട്ടാൻ പോകുന്നത്. ഓക്കെ, ബ്ലെസ്സിങ്, ഗിഫ്റ്റ് എന്ന് വിളിക്കാൻ നമുക്ക് നോക്കാം. ഓക്കെ, ചെറിയ റീഡിങ്ങേ ആക്കുന്നുള്ളൂ, ഷോർട്ട് റീഡിങ്, കാരണം ഓൾറെഡി ഞാൻ ലേറ്റ് ആണ് ചെയ്യാൻ. ഓക്കെ, നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ബ്ലെസ്സിങ് അല്ലെങ്കിൽ ഗിഫ്റ്റ് ഫ്രം യൂണിവേഴ്സ്. മജീഷ്യൻ കാർഡ്. ഓക്കെ, നിങ്ങൾ ആഗ്രഹിച്ചത് എന്തോ നിങ്ങൾക്ക് വരാൻ പോകുന്നുണ്ട്. നിങ്ങൾ ഇത്ര ദിവസമായിട്ട് മാനിഫെസ്റ്റ് എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നു. ഓക്കെ, എന്തെങ്കിലും നേട്ടങ്ങൾ വരാൻ പോകുന്നു എന്ന് പറയാം. നിങ്ങളുടെ മനസ്സിലെ ഒരു ആഗ്രഹം, ഓക്കെ, അത് ഫുൾഫിൽ ആവാൻ പോകുന്നു. നിങ്ങൾ എന്തെങ്കിലും ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതും ഫുൾഫിൽ ആവാൻ പോകുന്നു. ഓക്കെ, അത് നിങ്ങൾക്ക് നടന്നു കിട്ടും എന്ന രീതിക്ക് പറയാം. ഓക്കെ, മാനിഫെസ്റ്റേഷൻസ് ആർ കമ്മിങ് ട്രൂ എന്ന് പറയാം. യുവർ വിഷസ് ആർ കമ്മിങ് ട്രൂ എന്ന രീതിക്ക് എടുക്കാം. ലൈക്ക് ഇത് നിങ്ങൾ തന്നെ ക്രിയേറ്റ് ചെയ്യുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത്. ആൻഡ് ആ ക്രിയേഷൻ നിങ്ങൾക്ക് സക്സസ്സിലേക്ക് എത്തും എന്ന രീതിക്ക് പറയാം. ഓക്കെ, നിങ്ങളായിട്ട് തന്നെ എന്തെങ്കിലും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ സക്സസ് അല്ലെങ്കിൽ അത് ഫുൾ കംപ്ലീറ്റ് ആയിട്ട് അല്ലെങ്കിൽ ഒരു ഫുൾഫിൽ ആയിട്ട് കാണുന്നുണ്ട് എനിക്ക്. ഓക്കെ, എല്ലാം നിങ്ങളുടെ കയ്യിൽ അതിനുള്ള പവർ ഉണ്ട് എന്നും യൂണിവേഴ്സ് പറയുന്നുണ്ട്. നിങ്ങൾ എന്തെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് നേടിയെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കും. ഓക്കെ, എനിവേ ഇവിടെ നമ്മൾ വിഷസിൻ്റെ ബ്ലെസ്സിങ് ആണ് പറയുന്നത്. സോ യെസ്, നിങ്ങൾ ആഗ്രഹിച്ചത് നിങ്ങൾക്ക് വരാൻ പോകുന്നു. ഓക്കെ, ലെറ്റ്സ് സീ വൺ മോർ. 7 of Wands. ഓക്കെ, നിങ്ങൾ കുറച്ച് അവനവന് വേണ്ടി ഒരു സ്റ്റാൻഡ് എടുക്കുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ ഓക്കെ അതിനുവേണ്ടി ശ്രമിക്കാനും ഒരു എന്താ പറയുക ഉറച്ചു നിന്ന് നിങ്ങൾ ശ്രമിക്കുന്നതായിട്ട് എനിക്ക് കാണുന്നുണ്ട്. ആൻഡ് അത് നിങ്ങൾക്ക് ബെനിഫിറ്റ് കൊണ്ടുവരും. ഓക്കെ, നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അതിന് നിങ്ങൾ ഉറച്ചു നിൽക്കുമ്പോൾ നിങ്ങൾക്ക് സക്സസ് തീർച്ചയായിട്ടും വരുമല്ലോ. ഓക്കെ, ഐ തിങ്ക് ഇവിടെ നിങ്ങളുടെ ഒരു ബോൾഡ്നെസ് എന്ന് വിളിക്കാം. ഓക്കെ, നിങ്ങളുടെ ഒരു കോൺഫിഡൻസ് എന്ന് വിളിക്കാം. ഓക്കെ, നിങ്ങൾക്ക് എന്താണ് വേണ്ടത് എന്ന് നിങ്ങൾക്കറിയാം. സോ അതുകൊണ്ട് തന്നെ നിങ്ങളിവിടെ അതിനുവേണ്ടി ഒരു ഉറച്ചു നിൽക്കുന്നതായിട്ട് എനിക്ക് കാണുന്നുണ്ട്. ലെറ്റ്സ് ഇതിനൊരു ക്ലാരിഫിക്കേഷൻ കാർഡോടെ എടുത്തേക്കാം. എന്താണ് ഇതിൻ്റെ റിസൾട്ട്? ഓക്കെ, ഓക്കെ, നിങ്ങൾ അങ്ങനെ മേ ബി ഇതൊരു റിലേഷൻഷിപ്പിൻ്റെ കാര്യമായിരിക്കാം. ഇവിടെ കരിയറും ആവാം അല്ലെങ്കിൽ മേ ബി മെയിൻലി റിലേഷൻഷിപ്പാണ് എനിക്ക് തോന്നുന്നത്. റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്ക് ഒരു ലൈക്ക് ഒരു പേഴ്സൻ്റെ മുമ്പിൽ ഓക്കെ ഇതിവിടെ എനിക്ക് റിലേഷൻഷിപ്പിൻ്റെ കാര്യം കിട്ടുന്നുണ്ട്. സെക്കൻഡ് വൺ, നിങ്ങളൊരു പേഴ്സൺ നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഓക്കെ അവരെ മുമ്പിൽ ഐ തിങ്ക് ഇപ്പം നിങ്ങൾ വളരെ ഉറച്ചു നിൽക്കുകയാണ്. ദാറ്റ് എനിക്ക് ഇന്ന കാര്യമാണ് വേണ്ടത് എന്ന രീതിക്ക്. അതായത് നിങ്ങളെ എങ്ങനെ ട്രീറ്റ് ചെയ്യണം, നിങ്ങളെ വേദനിപ്പിച്ച അവർ ആരെങ്കിലും നിങ്ങളോട് മിസ്റ്റേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതവിടെ നിങ്ങൾ അവരോടത് പറയാനും ഫൈറ്റ് ചെയ്യാനും നിങ്ങൾ തയ്യാറാണ്. ഓക്കെ, കാരണം നിങ്ങളോട് ചെയ്ത് തെറ്റായി എന്ന രീതിക്ക് ഓക്കെ ഐ തിങ്ക് നിങ്ങൾ പറയുന്നുണ്ട്. ആൻഡ് അതിനനുസരിച്ച് ആക്ച്വലി നിങ്ങൾക്ക് പക്ഷേ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ ഒന്നുമില്ലെങ്കിൽ സെയിം പേഴ്സൺ ആയിരിക്കാം, വേദനിപ്പിച്ച പേഴ്സൺ തന്നെ ആയിരിക്കാം, അല്ലെങ്കിൽ പുതിയൊരു വ്യക്തി ആയിരിക്കാം, നിങ്ങളെ കെയർ ചെയ്യുന്ന തരത്തിലൊരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, ഇവിടെ നിങ്ങളൊരു വേദന അനുഭവിച്ചായിട്ട് കാണുന്നുണ്ട്, ബാക്ക് സ്റ്റാബിങ് കിട്ടിയതായിട്ട് കാണുന്നുണ്ട്. ആരെങ്കിലും നിങ്ങളെ ചീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അവർ തന്നെ ആയിരിക്കാം, നിങ്ങളെ ആരെങ്കിലും വേദനിപ്പിച്ച വ്യക്തി തന്നെ ആയിരിക്കാം ചിലപ്പോൾ തിരിച്ചു വരുന്നത്. അതിപ്പോൾ ലേഡീസ് ആവണമെന്നില്ല, ലേഡീസ് ആയാലും ജെൻസ് ആയാലും ഓക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയെടുക്കാം. ഒന്നുമില്ലെങ്കിൽ ഒരേ പേഴ്സൺ തിരിച്ചു വരുന്നു, നിങ്ങളെ വേദനിപ്പിച്ച വ്യക്തി തന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരുന്നു, അല്ലെങ്കിൽ എന്താ പറയുക പുതിയൊരു വ്യക്തിയായിരിക്കാം. ഇത് മെയിൻലി ഐ തിങ്ക് നിങ്ങൾ പക്ഷേ നിങ്ങൾക്ക് വേണ്ടി ഫൈറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങളെ വേദനിപ്പിച്ച തെറ്റായി എന്ന രീതിയിൽ ഐ തിങ്ക് ഫൈറ്റ് ചെയ്തിട്ടുണ്ട്. അത് നല്ല കാര്യമാണ്. ഓക്കെ, മൂന്നാമത്തെ ഒരു കാര്യം ജസ്റ്റിസ്, ന്യായം വരുന്നു എന്ന രീതിക്കാണ്. ഓക്കെ, നിങ്ങൾക്ക് ന്യായമായത് കിട്ടാൻ പോകുന്നു. നിങ്ങൾ അർഹിക്കുന്നത് നിങ്ങൾ എന്ത് കാര്യത്തിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ശരി ഓക്കെ, നിങ്ങൾ ചിലപ്പോൾ കുറച്ച് പേർക്ക് ലീഗൽ കേസസ് ആണെങ്കിൽ നിങ്ങൾക്കൊരു വിൻ നിങ്ങളുടെ ഭാഗത്തേക്ക് വരുമെന്ന് പറയാം. അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും എഫേർട്ട് ഇട്ട കാര്യങ്ങളുടെ നല്ലൊരു റിസൾട്ട് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം എന്നാണ് കാണുന്നത്. ന്യായമായത് നിങ്ങൾക്ക് വരും. ഓക്കെ, യൂണിവേഴ്സ് നിങ്ങൾക്ക് തരും എന്ന് തന്നെയാണ്. ഓക്കെ, അത് കുറച്ച് പേർക്ക് ഫാമിലിയുടെ ആയിരിക്കാം, ഫാമിലി കാര്യങ്ങളായിരിക്കാം. കുറച്ച് പേർക്ക് ലൈക്ക് വീട്ടിലാരോടെങ്കിലും എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അവിടെ ഒരു ന്യായമായ ഒരു റിസോൾവ്മെൻറ്റ് വരും. അതായത് നിങ്ങൾ ആരോടെങ്കിലും ഇഷ്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ സോൾവ് ആവും, നിങ്ങളുടെ ഫാമിലിയിൽ നല്ല സ്മൂത്തായിട്ട് പോകുമെന്ന് പറയാം. ഫാമിലി സ്വത്തിൻ്റെ എന്തെങ്കിലും തർക്കങ്ങളാണെങ്കിൽ അതിൻ്റെ കാര്യം നിങ്ങൾക്ക് കിട്ടും എന്ന് പറയാം. ന്യായമായത് നിങ്ങൾക്ക് വരും. പിന്നെ ഇവിടെ സന്തോഷങ്ങളുടെ കാര്യമാണ്. ഫാമിലി ഹാപ്പി ആയിട്ടിരിക്കും. ഓക്കെ, നിങ്ങൾക്കൊരു ഫാമിലി ഹാപ്പിനെസ് വരുന്നുണ്ട് എന്ന രീതിക്കാണ്. അതിൽ ജസ്റ്റിസ്, ന്യായമായ രീതിയിൽ ഓക്കെ നിങ്ങൾ ഇട്ട എഫേർട്ട് മറ്റുള്ളവർ മനസ്സിലാക്കും, നിങ്ങൾക്കും ഒരു സന്തോഷം വരുന്നതായിട്ട് എനിക്ക് കാണുന്നുണ്ട്. ഓവറോൾ നിങ്ങൾക്കൊരു ഹാപ്പിനെസ് വരുന്നതായിട്ട് കാണുന്നത്. ചിലവർക്ക് വീടിൻ്റെ കാര്യമായിരിക്കാം, സ്വത്തിൻ്റെയോ പണത്തിൻ്റെയോ കാര്യങ്ങളായിരിക്കാം, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ലീഗൽ മാറ്റേഴ്സ്, കേസ് അങ്ങനത്തെ എന്തെങ്കിലും നടക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്കൊരു വിൻ എന്ന രീതിയിൽ കാണുന്നുണ്ട്. എന്തായാലും വളരെ പോസിറ്റീവായിട്ട് കാര്യമാണ് ഇത്. ഈ ഭാഗം മാത്രം ഐ തിങ്ക് നിങ്ങളെ എന്തോ വേദനിപ്പിച്ച അവിടെ നിങ്ങളൊരു നല്ല സ്റ്റാൻഡ് എടുക്കുമ്പോൾ ആക്ച്വലി നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിലൊരു വ്യക്തി വരുന്നതായിട്ടും കാണുന്നുണ്ട്. ഓക്കെ, ലെറ്റ്സ് സീ, നമുക്ക് ഇതിൽ നിന്ന് എടുത്തേക്കാം ഞാൻ കറേജ്. ഓക്കെ, വെരി നൈസ്.
ഓപ്പൺനെസ്, എനർജറ്റിക് മൂവ്മെന്റ്. ഓക്കെ, നിങ്ങൾക്ക് അഡ്വൈസ് ആയിട്ട് എടുക്കാം ഇത് നമുക്ക്. ഹീലിംഗ് ആൻഡ് ജനറോസിറ്റി. യെസ്, ഒന്നിവിടെ കറേജ് പറയുന്നുണ്ട്. നിങ്ങൾ ഐ തിങ്ക് ഞാൻ പറഞ്ഞില്ലേ, നിങ്ങളുടെ ഒരു ധൈര്യം, ഓക്കെ, നിങ്ങളുടെ ഒരു കറേജ്, ഞാനതാ പറഞ്ഞത്, നിങ്ങളുടെ ഒരു സ്റ്റാൻഡ് എടുത്ത് നിൽക്കുകയാണ്, നിങ്ങൾക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യുകയാണ്. നിങ്ങളെ വേദനിപ്പിച്ച വ്യക്തികളെ നിങ്ങൾ വെറുതെ വിടാൻ, മീൻസ് അത് നമ്മൾ തിരിച്ചങ്ങോട്ട് വേദനിപ്പിക്കുക എന്ന രീതിയിലല്ല, പക്ഷെ എന്നോട് ചെയ്ത് തെറ്റാണ് എന്ന രീതിക്ക് നിങ്ങൾ പറയുന്ന പോലെയാണ്. അതിവിടെ അതിനുള്ള ഒരു ധൈര്യം, ഒരു കറേജ് എനിക്കിവിടെ കാണുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് അത് യൂണിവേഴ്സ് ബ്ലെസ്സിങ് ആയിട്ട് തരുന്നുണ്ട്. ആ ധൈര്യം നിങ്ങൾക്ക് ബ്ലെസ്സിങ് ആയിട്ട് കിട്ടുന്നുണ്ട്. ഓപ്പൺനെസ് എന്ന് കാണുന്നുണ്ട്. ഇതിവിടെ ഓപ്പൺനെസ് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നത് നിങ്ങളോട് ഓപ്പൺ ആയിട്ട് ഇരിക്കാൻ പറയുന്ന പോലെയാണ്. അതായത് നിങ്ങൾ ബി റെഡി ടു റിസീവ് ദ ബ്ലെസ്സിങ് എന്ന രീതിക്കാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് എനർജറ്റിക് മൂവ്മെന്റ്. ഓക്കെ, നിങ്ങൾക്കിപ്പോൾ എന്തെങ്കിലും വിഷമങ്ങളോ കാര്യങ്ങളോ പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങളോട് ഇവിടെ പറയുന്ന എനർജറ്റിക് മൂവ്മെന്റ് നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യും. ഒന്നുമില്ലെങ്കിൽ വാക്കിംഗ് പോവുക, യോഗ, എക്സസൈസ് അങ്ങനത്തെ വല്ലതും ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ ഡാൻസിങ് അങ്ങനത്തെ കാര്യങ്ങൾ വല്ലതും ചെയ്യാം. ജസ്റ്റ് ഇങ്ങനെ ആലോചിച്ചിരുന്ന് ചിന്തിച്ചിരുന്ന് നിങ്ങൾ ഇപ്പം ചെയ്യാം. നമ്മൾ നേരത്തെ 10 ഓഫ് സോർട്സ് കണ്ടു. നിങ്ങൾ ഒരുപാട് നിങ്ങളെ ആരെങ്കിലും ബാക്ക് സ്റ്റാപ്പ് ചെയ്തു, വേദനിപ്പിച്ചു എന്നുണ്ടെങ്കിൽ ആ വിഷമത്തിൽ നിങ്ങൾ അങ്ങനെ ഇരിക്കാതിരിക്കുക. ഓക്കെ, നിങ്ങൾ സ്ട്രോങ് ആയിട്ട് ആക്ഷൻ എടുക്കുക. അത് മാത്രമല്ല, നിങ്ങൾ ആക്റ്റീവ് ആവുക. ഓക്കെ, നിങ്ങൾ ആക്റ്റീവായിട്ടിരിക്കുക. അങ്ങനെ ഇരുന്ന് ചിന്തിച്ച് നെഗറ്റീവ് ആലോചിച്ച് കൂട്ടണ്ട. ഓക്കെ, കുറച്ച് പുറത്തിറങ്ങുക, വാക്കിംഗ് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാതെ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. ഹീലിംഗ് വരുന്നുണ്ട്. ഓക്കെ, ഹീലിംഗ് ഞാൻ മേ ബി നിങ്ങളുടെ ലൈഫിൽ ഒരു വ്യക്തി വന്നിട്ട് നിങ്ങളെ ഹീൽ ആവുന്നതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ തന്നെ അവനവനെ ഹീൽ ചെയ്യുന്നതായിരിക്കാം. ഓക്കെ, നിങ്ങൾ സ്വയം ഹീൽ ചെയ്യുന്നതായിരിക്കാം. എന്നിട്ട് നിങ്ങൾ എന്തെങ്കിലും വേദന നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ, ഓക്കെ, ഇപ്പം നിങ്ങൾ ആ ബൗണ്ടറി വെക്കാൻ പഠിക്കും. നിങ്ങൾ എവിടെ, നിങ്ങൾ ആരെ എത്രത്തോളം അലോ ചെയ്യണം എന്ന രീതിക്ക് നിങ്ങൾ ബൗണ്ടറി വെക്കാൻ പഠിക്കും. അതിൻ്റെ അവിടെ ഹീലിംഗ് വരുന്നതായിട്ട് എനിക്ക് കാണുന്നുണ്ട്. യൂണിവേഴ്സ് നിങ്ങൾക്ക് ഹീലിംഗ് കൊണ്ടുവരുന്നുണ്ട്. ഓക്കെ, മേ ബി ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ വന്ന് ഹീലിംഗ് ആയിരിക്കാം. ഓക്കെ, സോ നിങ്ങളുടെ ഹാർട്ട് ഹീൽ ആവുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അതായത് നിങ്ങളുടെ മനസ്സിലെ വേദനകൾ, ഓക്കെ, അത് മാറിക്കിട്ടും, അത് ഹീലാവും നിങ്ങൾക്ക്. ജനറോസിറ്റി. ഓക്കെ, നിങ്ങളോട് ഇതിവിടെ 6 ഓഫ് പെന്റിക്കിൾസ് ആയിട്ട് നമുക്ക് എടുക്കാം, അല്ലെങ്കിൽ ജസ്റ്റിസിന്റെ കാർഡുമായിട്ടും മേ ബി നിങ്ങൾ അങ്ങോട്ട് കൊടുത്തതിനൊക്കെ നിങ്ങൾക്കും തിരിച്ചു കിട്ടും. നിങ്ങൾ ഒരുപാട് ഐ തിങ്ക് മറ്റുള്ളവർക്ക് വേണ്ടി കൊടുത്തു കാണാം, അത് നിങ്ങൾക്കും തിരിച്ചു കിട്ടും എന്ന രീതിയിൽ ജസ്റ്റിസുമായിട്ട് കണക്ട് ചെയ്യാമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ മേ ബി ഇവിടെ നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടുമ്പോൾ നിങ്ങളത് മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യാൻ കൂടി ശ്രമിക്കാം. ഓക്കെ, എന്ന് വെച്ചാൽ ഡൊണേഷനോ വല്ലതും ചെയ്യാം, അല്ലെങ്കിൽ പറ്റുന്ന രീതിയിൽ ഹെൽപ്പ് ചെയ്യാം. ഐ തിങ്ക് അത് നിങ്ങൾക്ക് അതും ഒരു നല്ല കാര്യമാണ് അല്ലേ. നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ, ബ്ലെസ്സിങ് കിട്ടുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ചെറിയൊരു അംശമെങ്കിലും നിങ്ങൾ ആരോഗ്യങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനും ശ്രമിക്കാം. ഓക്കെ, എന്തായാലും നിങ്ങൾക്കൊരു 3 ബ്ലെസ്സിങ് വളരെ നല്ലതായിട്ട് കാണുന്നുണ്ട് ഇവിടെ. നിങ്ങൾ ആഗ്രഹിച്ചെല്ലാം നിങ്ങൾക്ക് നേടാൻ സാധിക്കട്ടെ. ഓക്കെ, ലൈഫിൽ ഒന്ന് നിങ്ങൾ ആഗ്രഹിച്ച് നേടുന്നതും, ഒന്ന് റിലേഷൻഷിപ്പ് നല്ലതൊന്നും വരുന്നതും, പിന്നെ ഒന്ന് ന്യായം കിട്ടുന്നതും ഒക്കെ കാണുന്നുണ്ട്. സോ എല്ലാം വളരെ പോസിറ്റീവായിട്ട് നമുക്ക് എടുക്കാം. ഓക്കെ, ചില കാര്യങ്ങൾ പക്ഷെ നമ്മൾ ഗോ ത്രൂ ചെയ്യേണ്ടതുണ്ട് അല്ലേ. പക്ഷെ നിങ്ങളെല്ലാം നേടാനുള്ള ഒരു ബ്ലെസ്സിങ് യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്നുണ്ട്. നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.